الحمد لله الذي خلق الإنسان علمه البيان. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة. من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. نساؤكم حرث لكم فأتوا حرثكم أنى شئتم وقدموا لأنفسكم واتقوا الله واعلموا أنكم ملاقوه وبشر المؤمنين. صدق الله. أيها الناس اتقوا الله. അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും സൂക്ഷ്മതയോടെ ഗ്രഹിച്ച് വളരെ ജാഗ്രതയോടുകൂടി ജീവിതത്തിൽ അത് പുലർത്തി അള്ളാഹുവിന് പ്രിയപ്പെട്ടവരിൽ വിശുദ്ധരായ വിജയികളായ മനുഷ്യരിൽ ഉൾപ്പെടുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ഇഹത്തിലും പരത്തിലും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹയെ പറ്റി പറഞ്ഞൊരു വർത്തമാനം, അത് ഒരുപാട് വഴികളിലൂടെ പല ഹദീസുകളിലായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ആമനത് ബി ഇത് കഫറ ബി അന്നാസ്. മനുഷ്യരെല്ലാവരും എന്നെ നിഷേധിച്ചപ്പോൾ, ജനങ്ങൾ എന്നെ നിഷേധിച്ചപ്പോൾ എന്നെ അംഗീകരിക്കാൻ തയ്യാറായത് ഖദീജയാണ്. വസ്വദ്ദഖനി ഇത് കദ്ദബനി അന്നാസ്. എല്ലാവരും എന്നെ കളവാക്കി കളഞ്ഞപ്പോൾ, കള്ളനെന്ന് മുദ്ര കുത്തിയപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം, എന്നെ സത്യപ്പെടുത്തിയത്, എൻ്റെ സത്യത്തിന് ആദ്യമായി സാക്ഷ്യം വഹിച്ചത് ഖദീജയാണ്. വവാസത്തിനി ബിമാലിഹ ഇത് ഹറമനി അന്നാസ്. ജനങ്ങൾ എനിക്ക് എല്ലാം തടഞ്ഞപ്പോൾ, ജീവിതം പോലും പ്രതിസന്ധിയിലാകുന്ന ഒരു സന്ദർഭത്തിൽ എനിക്ക് താങ്ങായി വർത്തിച്ചത്, എനിക്കെല്ലാം തന്നത് ഖദീജയാണ്. വീണ്ടും പറയുന്നു, വറസക്കനില്ലാഹു വലദഹ ഇത് ഹറമനി ഔലാദൻ നിസാ. യഥാർത്ഥത്തിൽ സ്ത്രീകളിൽ നിന്നുള്ള കുട്ടികൾ അഥവാ മക്കൾ എന്നത് പടച്ചതമ്പുരാൻ വല്ലാതെയൊന്നും എനിക്ക് തന്നിട്ടുള്ളൊരു സംഗതിയല്ല. പക്ഷെ അപ്പോഴും എനിക്ക് അള്ളാഹു കുട്ടികളെ തന്നത് ഖദീജയിലൂടെ മാത്രമാണ്. ഖദീജ റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ പല രീതിയിലും പലപ്പോഴും അനുസ്മരിച്ചതായിട്ട് കാണാം. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു വർത്തമാനമാണിത് എന്ന് കാണേണ്ടതാണ്. നമ്മൾ കുടുംബത്തെ സംബന്ധിച്ച് സംസാരിക്കുകയാണ്. കുടുംബം പടുക്കപ്പെടേണ്ടത് അടിസ്ഥാനപരമായി പ്രണയം എന്ന വികാരത്തിലാണ്. ഒപ്പം പരസ്പരമുള്ള കരുണ. ഈ രണ്ട് വികാരത്തിൻ്റെയും അടിത്തറയായി വർത്തിക്കുന്നത് അള്ളാഹുവിൻ്റെ നിഅമത്ത്. സ്വാഭാവികമായും അള്ളാഹുവിനോടുള്ള സൂക്ഷ്മത അതിൻ്റെ ഒരു ദർശനമായിട്ട് വരണം. യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണ കവിതകളിലും പാട്ടുകളിലും ഒക്കെ കേൾക്കുന്നത് പോലെ തന്നെ പ്രണയം എന്ന് പറയുന്നത് അവാച്യമായ
അലൗകികമായ ഒരു അനുഭൂതിയാണ് എന്ന് കാണാൻ സാധിക്കും. ഇറ്റ് വാസ് ഇൻഎവിറ്റബിൾ. ദ സെന്റ് ഓഫ് ബിറ്റർ ആൽമണ്ട്സ് always reminded him of the fate of unrequited love എന്നത് ഗബ്രിയേൽ ഗാർഷ്യ മാർക്വേസിന്റെ ഒരു നോവലിലെ വർത്തമാനമാണ്. ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ. കോളറ കാലത്തെ പ്രണയം എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ഒരു നോവലുണ്ട്. ഈ ഉദ്ധരണിയായിട്ട് കേൾക്കുമ്പോൾ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. പറയുന്ന ഇത്രയേ ഉള്ളൂ, അത് അനിവാര്യമായിരുന്നു. കൈപ്പേറിയ ബദാമിന്റെ സുഗന്ധം എല്ലായ്പ്പോഴും ആവശ്യപ്പെടാത്ത പ്രണയത്തിന്റെ വിധിയെക്കുറിച്ച് അവനെ ഓർമ്മിപ്പിച്ചു. ഇവിടെ കൈപ്പേറിയ ബദാമിന്റെ ഗന്ധം എന്നാണ് പറയുന്നത്. കഥയുടെ സന്ദർഭം അനുസരിച്ച് ഒരാത്മഹത്യയെ തുടർന്നുണ്ടാകുന്ന വർത്തമാനമാണ്. സയനൈഡിന്റെ ഗന്ധത്തെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ കൈപ്പേറിയ ബദാം ഗന്ധം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അതേസമയം ഈ നോവലിന്റെ ഒരു മൊത്തം പ്രമേയം എടുക്കുമ്പോൾ ഈ ഗന്ധം അല്ലെങ്കിൽ ഈ സെന്റ് ഒരു ട്രിഗറായിട്ട് പ്രവർത്തിക്കുകയാണ്. അത് നമ്മുടെ ഉള്ളിലുള്ള ഓർമ്മകളെ, അതോടൊപ്പം തന്നെ ദുസ്സഹമായ ദുഃഖത്തെ, വിരഹത്തെ, തീവ്രമായ അഭിലാഷത്തെ ഒക്കെയും ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ട്രിഗറായിട്ട് അത് വർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അത് അനിവാര്യമായ ഓർമ്മകളുടെ ഒരു സിമ്പലും കൂടിയാണ് എന്ന് കാണാൻ സാധിക്കും. എന്തായാലും ഇവിടെ ശരിക്കും പ്രണയനഷ്ടത്തെ അല്ലെങ്കിൽ വിരഹത്തെ സംബന്ധിച്ചുള്ള വർത്തമാനമാണ് മാർക്വേസ് പറയുന്നത്. പക്ഷെ അങ്ങനെ ആയിരിക്കുമ്പോഴും തിരസ്കരണത്തിന്റെ കയ്പിലും ജ്വലിച്ചു നിൽക്കുന്ന ഒരു പ്രണയത്തെ മാർക്വേസ് അവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിക്കും അവിടെ പ്രണയം എന്ന് പറയുന്ന ഒരു സംഗതിയുടെ ഒരു ഇമോഷണൽ ഇന്റൻസിറ്റി, അതിൻ്റെ ഒരു വൈകാരികമായ ഒരു ഗാഠത ശരിക്കും അത് അടയാളപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ എന്തായിരുന്നാലും ഇവിടെ കൈപ്പേറിയ ബദാം അല്ലെങ്കിൽ രസവും പ്രണയവും തമ്മിൽ, അതല്ലെങ്കിൽ ഗന്ധവും പ്രണയവും തമ്മിൽ ഉള്ള സ്മെല്ലിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. കയ്പ് എന്ന് പറയുമ്പോഴത്തെ രസവും കൂടിയാണ്. സാധാരണ പ്രണയത്തെയും മരണത്തെയും, ഇതൊരു മരണ സന്ദർഭവും കൂടിയാണ്, പ്രണയത്തെയും മരണത്തെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് വർത്തമാനങ്ങൾ ലോക സാഹിത്യത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. രസകരമാണ് അതിന്റെ ഒരു കമ്പാരിസണാണ് നടത്തുക. ലവ് ഈസ് കോൾഡർ ദാൻ ഡെത്ത് എന്നൊരു പ്രയോഗമാണ്. പ്രണയം എന്ന് പറയുന്നത് മരണത്തെക്കാളും തണുത്തുറഞ്ഞ ഒരനുഭവമാണ്. വേറെ ചില സ്ഥലത്ത് ലവ് ഈസ് ബിറ്റർ ദാൻ ഡെത്ത് എന്നും കാണാം. മരണത്തെക്കാൾ കൈപ്പേറിയ അനുഭവമാണ് പ്രണയം. പിന്നെ മരണത്തെക്കാൾ മാധുര്യമുള്ള, സാധാരണഗതിയിൽ നമുക്ക് അത്ഭുതം തോന്നി, മരണം എന്ന് പറയുന്ന അത്ര മാധുര്യമുള്ള ഒരു അനുഭവം ഒന്നുമല്ലല്ലോ. ചിലത് നമുക്ക് മനസ്സിലാവും, പക്ഷെ അതിന്റെ കൂടെ ചേർത്ത് പറയുന്നത് നമുക്ക് അങ്ങോട്ട് കൃത്യമായി മനസ്സിലാവില്ല. ഇനി പ്രണയം തന്നെ മരണമാണ് എന്നുള്ള ചിന്തയും ചിലപ്പോൾ ചില കവിതകളിലൊക്കെ വരാറുണ്ട്. മൗത്താണ് മുഹബത്ത് എന്നൊരു മലയാള കവിതയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതൊരു സിനിമയിൽ പാട്ടായിട്ട് പിന്നീട് വന്നിട്ടുണ്ട്, മൗത്താണ് മുഹബത്ത്. പക്ഷെ ആ പാട്ട് തുടങ്ങുന്നത് ജമ്മിലൂനി എന്ന ഒരു വാക്കോട് കൂടിയാണ്. ജമ്മിലൂനി എന്നുള്ളത് വളരെ പ്രശസ്തമായ ഒരു വാചകമാണ് എന്ന് നമുക്കറിയാം. പ്രവാചകൻ ഖദീജയോട് പറഞ്ഞ ഒരു വർത്തമാനമാണ്. അതൊരുപാട് വിശദീകരണ സാധ്യതയുള്ള, വളരെ കാൽപ്പനികമായിട്ട്, റൊമാൻറ്റിക് ആയിട്ട്, അതോടൊപ്പം തന്നെ വളരെ ആത്മീയമായിട്ട് വിശകലനം ചെയ്യാവുന്ന ഒരു പ്രയോഗമാണ് യഥാർത്ഥത്തിൽ ഈ ജമ്മിലൂനി എന്നത്. ഇതില് പ്രണയത്തിന്റെ മാധുര്യം വളരെ കൃത്യമായിട്ട് പ്രകടിതമാകുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ കഥാപാത്രം മരണത്തിലേക്ക് പോകുന്നത് ഒരു നഷ്ടപ്രണയം. യഥാർത്ഥത്തിൽ മനുഷ്യരെല്ലാവരും വളരെ യാന്ത്രികമായി പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ അല്ലാതാകണമെങ്കിൽ ശരിക്കും നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുള്ള ചില ഗുണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പരസ്പരമുള്ള തിരിച്ചറിവും ആദരവും തന്നെയാണ്. പരസ്പരമുള്ള തിരിച്ചറിവും ആദരവും. രണ്ടാമത്തത് ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. മൂന്നാമത്തത് ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ഷെയർഡ് ഗോൾസ്, പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങളാണ്. ഇതൊക്കെ ചേരുമ്പോഴാണ് പ്രണയം സഫലമാവുക. പക്ഷെ അപ്പോഴും ഐഹികമായിട്ടുള്ളൊരവസ്ഥയിൽ അതിനൊരു അപൂർണതയുണ്ട് എന്നാണ് കാണേണ്ടത്. അതുകൊണ്ടാണ്
ഖുർആൻ ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗലിൻ ഫാക്കിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാൽ എന്നൊരു വർത്തമാനം സ്വർഗത്തെ പറ്റി പറയുന്നു. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗലിൻ ഫാക്കിഹൂൻ. തീർച്ചയായിട്ടും സ്വർഗവാസികൾ ഉണ്ടല്ലോ അന്ന് ഒരു മരത്തണലിൽ വസിക്കും. ചാരുമഞ്ചത്തിൽ മരത്തണലിൽ ഹും വഅസ്വാജുഹും ഫീ ളിലാൽ ഇണകളോടൊപ്പം എന്നാണ്. അവരും അവരുടെ ഇണകളും, അല്ലെങ്കിൽ സ്വർഗവാസികളായ ഇണകൾ എന്ന് തന്നെ വേണം പറയാം. സ്വർഗവാസികളായ ജീവിതത്തിൽ വിജയം പ്രാപിച്ചിട്ടുള്ള ഇണകൾ അവിടെ വെച്ച് പടച്ച തമ്പുരാൻ അവർക്ക് സലാം പറയുന്നതായിട്ട് തുടർന്ന് പറയുന്നു. പടച്ച തമ്പുരാന്റെ സലാം അവിടെ നിന്ന് നേർക്കുനേരെ കിട്ടുകയാണ്. അപ്പോഴങ്ങനെ വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന അപൂർണതകളെ അവിടെ വെച്ച് പരിഹരിക്കപ്പെടും. പക്ഷെ അങ്ങനെ ആകുമ്പോഴും ആ ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ അപൂർണതകളെയും പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകുവാനുള്ള യത്നം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നുള്ളതാണ് ഖുർആന്റെ നിലപാട്. അവിടേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ, ആ ഒരു പോയിന്റിലേക്ക് എത്തണമെങ്കിൽ അത് അലൗകികമാണ്, അഭൗമമാണ്. അലൗകികത, അഭൗമികത എന്നൊക്കെ പറയുന്നതാണല്ലോ യഥാർത്ഥത്തിൽ കവികളുടെ വല്ലാത്തൊരു പ്രേരകം. ഇപ്പോഴ് നാം ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എഡ്ഗർ അലൻ പോ എന്ന കവിയുടെ അൽ അറാഫ് എന്നൊരു കവിത വായിച്ചുകൊണ്ടിരിക്കും. ആ കവിത വളരെ സുദീർഘമായ കവിതയാണ്. 400 ചില്ലാനും വരികളുള്ള കവിതയാണ്. മാത്രവുമല്ല അങ്ങേയറ്റം ദുർഗ്രഹം. കയറാനും പ്രയാസമാണ്, കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാനും പ്രയാസമാണ്. അത്രയും ദുർഗ്രഹമായിട്ടുള്ള കവിതയാണ്. പക്ഷെ ആ കവിതയുടെ പേര് അൽ അറാഫ്. ഇതെങ്ങനെയാണ് അൽ അറാഫ് വന്നത്? അൽ അറാഫ് എന്നത് ഖുർആനിലെ ഒരു സൂറയുടെ പേരാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് ആ കവിത എഴുതുന്നതിനുള്ള പ്രചോദനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം ടൈക്കോ ബ്രാഹയുടെ നക്ഷത്രം എന്നറിയപ്പെടുന്ന ഒരു സൂപ്പർനോവ, അത് 16-ാം നൂറ്റാണ്ടിലാണ് ടൈക്കോ ബ്രാഹ അത് കണ്ടെത്തുന്നത്. മാസങ്ങളോളം ആകാശത്തുണ്ടായിരുന്നു, പിന്നെ അത് അപ്രത്യക്ഷമായി. സൂപ്പർനോവയെ കുറിച്ചും നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നവരുണ്ടാകാം, അറിയാത്തവർ താല്പര്യമുണ്ടെങ്കിൽ വേറെ പഠിച്ചാൽ മതി. എന്തായാലും അതേ സംബന്ധിച്ചുള്ള വർത്തമാനങ്ങളാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു അഭൗമമായ മണ്ഡലത്തെ സംബന്ധിച്ചുള്ള ഒരു ആശയം ജനിപ്പിച്ചത് എന്ന് കാണാം. എന്നാൽ അതിലേക്ക് അദ്ദേഹം കൊണ്ടുവരുന്നത് മുഴുവൻ ഈ പ്ലേറ്റോണിക് എന്ന് പറയും ദാർശനികമായിട്ട് അഭൗമമായ സംഗതികളെ മനുഷ്യന് പ്രാപിക്കാൻ സാധിച്ചിട്ടില്ലാത്ത പ്ലേറ്റോയുടെ കാഴ്ചപ്പാടനുസരിച്ച് പൂർണ്ണനീതി, പൂർണ്ണ സ്വാതന്ത്ര്യം, പൂർണ്ണ സൗന്ദര്യം, പൂർണ്ണ നന്മ എന്നൊന്നും പറയുന്നത് ഈ ഭൗമിക ജീവിതത്തിൽ സാധ്യമല്ല. കാരണം അദ്ദേഹം പറയുന്നത് ഈ ലോകം എന്ന് പറഞ്ഞാൽ മറ്റൊരു മണ്ഡലത്തിലെ നിഴലുകൾ മാത്രമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തിയറി ഓഫ് ഫോംസ് എന്നറിയപ്പെടുന്ന ഒരു തിയറി ഉണ്ട് അദ്ദേഹത്തിന്റെ. അപ്പൊ അത് വെച്ചിട്ട് ഈ നിഴലുകൾ മാത്രമാണ്. അതുകൊണ്ട് അവിടെയുള്ള എല്ലാ അനുഭവങ്ങളും, അത് ആശയപരമാണെങ്കിലും ഭൗതികമാണെങ്കിലും ആ അനുഭവങ്ങളുടെ ഒക്കെ നിഴലുകൾ മാത്രമാണ് നമ്മളിവിടെ അനുഭവിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും പ്ലേറ്റോണിക് എന്ന് പറയാവുന്ന ഒരു ലോകം വേറെ ഉണ്ട്. അങ്ങനെ ഒരു ദർശനം, അതോടൊപ്പം തന്നെ വെർജിലിന്റെ കവിത, ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് എഡ്ഗർ അലൻ പോയിൽ പ്രചോദനമായി വർത്തിച്ചത്. പക്ഷെ അതിന് മൂർത്ത രൂപം കൈവന്നത് അൽ അറാഫ് എന്ന ഖുർആനിക ആശയം കണ്ടപ്പോഴാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മറ്റൊരു വായന കൂടി സാധ്യമാണ്. വെർജിലിന്റെ കാവ്യമീമാംസ അല്ലെങ്കിൽ ലാവണ്യശാസ്ത്രം, എയ്സ്തെറ്റിക്സ്, ടൈക്കോ ബ്രാഹയുടെ സയൻസ്, അതോടൊപ്പം തന്നെ പ്ലേറ്റോയുടെ ഫിലോസഫി, ഇതെല്ലാം ചേരുന്ന ഒരിടമുണ്ടെങ്കിൽ അതാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനെ നമ്മൾ അങ്ങനെ ഒന്ന് കണ്ടു നോക്കും. നമ്മൾ മതാത്മകമായിട്ട് ഖുർആനെ കാണുന്നതാണ് നമുക്ക് സംഭവിക്കുന്ന ഒരു കുഴപ്പം. അങ്ങനെ അതൊരു സ്ട്രക്ചറായിട്ട് മാറുന്നു. ആ ഒരു ഘടനക്കകത്ത് നമ്മൾ വല്ലാതെ മസിൽ പിടിക്കുന്നു. അത് പിന്നെ ഒരുതരം സാമുദായികമായ വികാരമായിട്ട് മാറുന്നു. ഖുർആൻ യഥാർത്ഥത്തിൽ പ്രസരിപ്പിക്കുന്ന മാനവികത എന്ന് പറയുന്ന ഒരു ആശയത്തെ തന്നെ നമ്മൾ മറന്നു പോകുന്നു. കാരണം നമുക്കിതൊരു മതം മാത്രമാണ്. അങ്ങനെയല്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അലൻ പോയെ പോലുള്ള ഒരു കവി കണ്ടെത്തിയതുപോലെ ഒന്നുകൂടി പറയാം, വെർജിൽ എന്ന് പറഞ്ഞാൽ എയ്സ്തെറ്റിക്സിന്റെ ഒരു അടയാളമാണ്, ടൈക്കോ ബ്രാഹ സയൻസിന്റെ അടയാളമാണ്, അതോടൊപ്പം തന്നെ പ്ലേറ്റോ എന്ന് പറഞ്ഞാൽ ഫിലോസഫിയുടെ അടയാളമാണ്. ഇത് മൂന്ന് വഴിക്ക് പോകുന്നതാണ്. അതേസമയം ഇതെല്ലാം കൂടി ചേരുന്ന ഒരു ബിന്ദുവുണ്ട്. ആ ബിന്ദുവിലാണ് നമുക്ക് ഖുർആനെ കണ്ടെത്താൻ സാധിക്കാവുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തെ ഏറ്റവും ശാസ്ത്രീയമായിട്ടും അതോടൊപ്പം ഏറ്റവും കാവ്യാത്മകമായിട്ടും എന്നാൽ അതോടൊപ്പം തന്നെ ദാർശനികമായിട്ടുമാണ്
ഖുർആൻ വിവരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അതിന്റെ ഏറ്റവും ശരിയായിട്ടുള്ള ഉദാഹരണങ്ങൾ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഖുർആന്റെ ഉത്ബോധനങ്ങളാണ്. ചിലപ്പോൾ ചില ഉപമകൾ, ഉൽപ്രേക്ഷകൾ പോലും. ഇപ്പോ ഹുന്ന ലിബാസുല്ലക്കും അന്തും ലിബാസുല്ലഹുന്ന് ഒരുപാട് പറയേണ്ടതാണ്, നമുക്ക് പിന്നീട് വിശദമായിട്ട് പറയാം. നിങ്ങളുടെ ഇണകൾ നിങ്ങളുടെ പുതപ്പാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വസ്ത്രമാണ്. ലിബാസ് എന്ന് പറഞ്ഞാൽ പുതപ്പ് എന്നും വസ്ത്രം എന്നും അർത്ഥം. നിങ്ങളുടെ ഇണകൾ നിങ്ങളുടെ വസ്ത്രമാണ്, നിങ്ങൾ അവരുടെയും വസ്ത്രമാണ്. പരസ്പരമുള്ള ബന്ധമാണ് അവിടെ ചേർക്കുന്നത് ഒന്ന്. മറ്റൊന്ന്, ഈ വസ്ത്രത്തിന്റെ ഒരു മെറ്റഫർ ഉണ്ടല്ലോ, അതിന് ഒരുപാട് ആഴമുണ്ട്, ഒരുപാട് അർത്ഥവുമുണ്ട് എന്ന് കാണാൻ സാധിക്കും. മനുഷ്യൻ അന്തസ്സുള്ളവൻ വസ്ത്രമില്ലാതെ, വസ്ത്രം ധരിക്കാതെ പുറത്തിറങ്ങാൻ ധൈര്യപ്പെടൂലല്ലോ, ഇഷ്ടപ്പെടൂലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ എപ്പോഴും എൻ്റെ ഇണയുടെ ഭർത്താവായിരിക്കുന്നതിൽ, പങ്കാളിയായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നു. നേരെ തിരിച്ചു അതെ, ഇതാണ് ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബന്ധം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പങ്കാളി എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്താൻ പോലും അർഹതയില്ലാത്ത, അല്ലെങ്കിൽ നമ്മളെ മടിക്കുന്ന ഒരാളാണ് എന്ന് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ കുഴപ്പമുണ്ട്. അതിനപ്പുറം നിങ്ങൾ ഖുർആൻ മനസ്സിലാക്കിയതിൽ എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പറയുന്ന സൗന്ദര്യശാസ്ത്രവും തത്വചിന്തയും സയൻസും ഒക്കെ ചേർന്നുകൊണ്ട് അങ്ങനെയാണ് ഖുർആൻ ഈ പറയുന്ന പ്രണയത്തെയും ദാമ്പത്യ ജീവിതത്തെയും ഒക്കെ വിശദീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിലുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, സാധാരണഗതിയിൽ വളരെ പെരിഫറലായിട്ടുള്ള വായനയിൽ മതനിഷേധികളായിട്ടുള്ള ആളുകൾ, ഇസ്ലാം വിരോധികളായിട്ടുള്ള ആളുകളും പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന, എന്നാൽ അതിന് മറുപടി പറയുന്നതോടൊപ്പം തന്നെ നമുക്കും വല്ലാതെ തിരിഞ്ഞിട്ടില്ലാത്ത വർത്തമാനമാണ് തുടക്കത്തിൽ ഉദ്ധരിച്ചത്. നിസാഉക്കും ഹർസുൽ ലക്കും, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ സ്ത്രീകൾ എന്നാണ് പ്രയോഗം. അത് ആ സംബോധന പുരുഷനോടായതുകൊണ്ടാണ്. തിരിച്ചും മറിച്ചും ആലോചിക്കാനുള്ള സാധ്യതകൾ ഒരു സ്ഥലത്തും നമ്മൾ കളയരുത്. നേർക്ക് നേരെ ഒരു കൂട്ടരോട് മാത്രമായിട്ടുള്ളത് ഖുർആനിലുണ്ട്, അതങ്ങനെ എടുത്താൽ മതി. അതല്ലാത്തിടത്തൊക്കെയും സംബോധന പുരുഷ സർവനാമത്തിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ മറ്റു കാര്യങ്ങൾ അത് അതുപോലെ തന്നെയാണ് വരിക. എന്നാൽ തിരിച്ചെന്തായിരിക്കും? എന്റെ സ്ത്രീ അല്ലെങ്കിൽ എന്റെ ഭാര്യ എന്റെ വിളനിലമാണ്. നിസാഉക്കും ഹർസുൽ ലക്കും, ഞാനോ എനിക്ക് വിളവ് പുറപ്പെടുവിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു ശാസ്ത്രീയമായ പ്രശ്നമുണ്ട്. കാരണം എനിക്ക് പ്രസവിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അത് അവളുടെ ഒരു അധിക ഗുണമാണ് എന്നുള്ളതും കാണും. അവൾക്കാണ് കൂടുതൽ ഉത്പാദന പരതയുള്ളത്. ഇവിടെ മൊത്തത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇണകൾ നിങ്ങളുടെ വിളനിലങ്ങളാണ് എന്ന് പറയുമ്പോൾ ആ വിളവ് മക്കളുടെ കാര്യം മാത്രമൊന്നുമല്ല, എല്ലാ അർത്ഥത്തിലും. ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ രണ്ട് കുടുംബങ്ങൾ, അതുപോലെ രണ്ട് ദേശങ്ങൾ, രണ്ട് സാഹചര്യങ്ങൾ ഒന്നായിത്തീരുന്ന ഒരു പ്രക്രിയയാണല്ലോ. അങ്ങനെ കാണുമ്പോൾ അതിന്റെ ഒരു പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. അത് നമ്മൾ വിശാലമായി ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സംഗതിയാണ് അവിടെ നടക്കുന്നത്. മാത്രവുമല്ല, വ്യത്യസ്ത സാഹചര്യങ്ങൾ എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമാണ്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജനിക്കുന്നവരുടെ, വളരുന്നവരുടെ, അവരുടെ മാനസികാവസ്ഥ പോലും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. ഇത്തരം സംഗതികളിൽ പ്രവാചകൻ നൽകുന്ന മറ്റൊരു ഉപദേശമുണ്ട്. ജീവിതത്തിൽ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ധൃതി പാടില്ല. ധൃതി അൽ അജലത്തു മിന ശൈത്താൻ, ധൃതി ശൈത്താനിൽ നിന്നുള്ളതാണ്. അതേസമയം വലാനാത്തു മിനല്ലാഹി തആല, അള്ളാഹുവിൽ നിന്നുള്ളത് ഒരു അവധാനതയാണ്. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ ഒരല്പ സമയമെടുക്കും. രണ്ട് ഡിവൈസുകൾ തമ്മിൽ സിങ്കാവുന്ന പ്രക്രിയയാണ് ഒരു ദാമ്പത്യത്തിൽ ആദ്യം നടക്കുന്നത്, അഥവാ ആദ്യം നടക്കേണ്ടത്. അതിന് തീർച്ചയായിട്ടും സമയമെടുക്കും. അത്രയും സമയം കാത്തിരിക്കാനുള്ള ക്ഷമ യുവതലമുറക്ക് നഷ്ടപ്പെട്ടത് കൊണ്ടാണോ ഇന്നത്തെ യുവതലമുറയിൽ വിവാഹമോചനങ്ങൾ പെരുകുന്നത് എന്ന് ചോദിച്ചാൽ ഒരു സർവേ ഒന്നും നമ്മൾ നടത്തിയിട്ടില്ല. പക്ഷെ സാധ്യതയില്ലായില്ല. ഒരല്പം ക്ഷമ കാണിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഒന്നായി തീരാൻ ഒരല്പ സമയം വേണം. അതൊരു വലിയൊരു പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണ്. നിങ്ങളിങ്ങനെ ഖുർആൻ തെറ്റായിട്ട് പെരിഫറലായിട്ട് വായിക്കുന്നത് പോലെ റൂമിയുടെയും മറ്റുമൊക്കെ കവിതകളും നമ്മൾ പെരിഫറലായിട്ട് വായിക്കും. അപ്പൊ എന്താ റൂമി പറയുന്നത്? രണ്ടും കൂടി ഒന്ന്, ഒരാഴ്ച കൂടെ പാർത്തിട്ട് ഒന്നാവുന്നില്ലെങ്കിൽ ഇത് ഒന്നാവൂല എന്ന് തീരുമാനിക്കാനൊന്നും പറ്റില്ലല്ലോ. അത് ആയിക്കഴിഞ്ഞ അവസ്ഥയെ കുറിച്ചാണ് റൂമി പറയുന്നത്. നമ്മളിത് ആയിക്കൊണ്ടിരിക്കേണ്ടവരാണ്, അതിനുവേണ്ടി ശ്രമിക്കേണ്ടവരാണ്. ആ ഒരു പോയിന്റിൽ എത്തുമ്പോൾ റൂമി പറയുന്ന ആ ഒരു ആനന്ദം ഉണ്ടല്ലോ, റൂമി പറയുന്ന ആ ഒരു ആനന്ദം, നേരത്തെ പറഞ്ഞ അൽ-അറാഫ് എന്ന് പറയുന്ന കവിതയിൽ അലൻപോ വർണ്ണിക്കുന്ന ആ ഒരു അഭൗമികത, അതിന്റെ ഒരു കഷ്ണം നമുക്ക് ഇവിടെ വെച്ചും അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു കഷ്ണം, അപ്പുറത്തുള്ളത് പൂർണ്ണമായും നമുക്ക് ഇങ്ങോട്ട് കിട്ടില്ല. പക്ഷെ അതിന്റെ ഒരു കഷ്ണം അനുഭവിച്ചാൽ തന്നെയും അത് ഭൂമിയിലെ ഏറ്റവും വലിയ ആനന്ദമായിട്ട് മാറും. അതിന് അല്പ സമയമെടുക്കും.
പക്ഷെ അങ്ങനെ സമയം എടുക്കുമ്പോൾ ഈ ഒന്നായി തീരലിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ വിളവ് വർദ്ധിക്കും, നിങ്ങളുടെ നന്മകൾ വർദ്ധിക്കും, നിങ്ങളെ കൊണ്ട് സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന ഉപകാരവും കൂടുന്നുള്ളതാണ്. നിങ്ങളെ കൊണ്ട് സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന ഉപകാരവും കൂടും. കമ്മിറ്റഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സാണ്. ഒരാൾ മറ്റേയാൾക്ക് വേണ്ടി ത്യാഗം അനുവർത്തിക്കാൻ തയ്യാറാണ്, ത്യജിക്കാൻ തയ്യാറാണ്. സ്വാഭാവികമായും ത്യാഗത്തിൻ്റെതായ ഒരു മനസ്സ് അയാളിൽ ഉണ്ടാകും. പക്ഷെ അപ്പോഴും അതും ഒരു സ്വാർത്ഥതയായിട്ട് മാറാൻ പാടില്ല, അങ്ങനെ ആ ഒരു ത്യാഗത്തിൻ്റെതായിട്ടുള്ള, സ്നേഹത്തിൻ്റെതായിട്ടുള്ള, മാനവികതയുടേതായിട്ടുള്ള ഒരു പാഠം നമ്മൾ അവിടെ വെച്ച് അഭ്യസിക്കുകയാണ് ചെയ്യുന്നത് എന്ന എല്ലാ നിലക്കുമാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഇണകൾ നിങ്ങളുടെ വിളനിലങ്ങളാണ് എന്ന് ഖുർആൻ പറയുന്നത് എന്ന് ചിന്തിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ലൈംഗികതയുടെ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി, ഉൽപാദനപരതയാണ് എന്നാണ് കാണാൻ സാധിക്കുക. രണ്ടാമതൊരു വർത്തമാനം പറയുന്നു, ഇവിടെയാണ് ചിലപ്പോൾ വളരെ വിചിത്രമായിട്ടൊക്കെ നിരീശ്വരവാദികളൊക്കെ പറയാറുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ കയറി ചവിട്ടി മതിക്കാനുള്ള കൃഷിസ്ഥലം. ഒന്നാമത്തെ പ്രശ്നം, ഇക്കാലത്ത് നമുക്ക് ഭൂമി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് കാലമാണ്, നമുക്കൊരു വിൽപ്പന വസ്തുവാണ്, നമുക്കതൊരു വിൽപ്പന വസ്തുവാണ്. ആ കോണ്ടെക്സ്റ്റിലല്ല ഖുർആൻ ഇത് പറയുന്നത്. അന്ന് അങ്ങനെ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഇല്ല, അന്ന് ലാൻഡ് മാഫിയ ഇല്ല, അങ്ങനെ ഒരു സംഗതിയെ കുറിച്ചുള്ള ചിന്ത പോലും ഇല്ല. അന്ന് എല്ലാ നല്ല മനുഷ്യരും മണ്ണുമായി ബന്ധപ്പെട്ടവരാണ്, എല്ലാ നല്ല മനുഷ്യരും നല്ല കൃഷിക്കാരും കൂടിയാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ കൃഷിക്കാരനും കൃഷിനിലവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു പാരസ്പര്യമാണ്. എപ്പോഴെല്ലാം ഇയാൾ വിളനിലത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുവോ അപ്പോഴെല്ലാം അയാളുടെ പാദസ്പർശനത്തിന് വേണ്ടി വിളനിലവും ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ബന്ധത്തെയാണ് ഒന്നാമതായും അടയാളപ്പെടുത്തിയത്. എന്നിട്ട് പറയുന്ന ഹർസക്കും മന്നാശിത്തും, നിങ്ങൾക്ക് തോന്നും പോലെ പോവാന്നൊന്നുമല്ല അതിന്റെ അർത്ഥം. നമ്മൾ കാര്യങ്ങളെ വളരെ കൃത്യമായിട്ട് വായിക്കണം. ചില സമയത്ത് നമ്മൾ പറയാറുണ്ട്, ഇപ്പോ ഭർത്താവ് ലൈംഗികമായ ഒരു ദാഹമുണ്ടാവുകയും ഭാര്യയെ ക്ഷണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൾ പോയിട്ടില്ലെങ്കിൽ നേരം വെളുക്കുന്നത് വരെ മലക്കുകൾ ശപിച്ചുകൊണ്ടേയിരിക്കും. ഹദീസാണ്, കുഴപ്പമൊന്നുമില്ല, അത് പ്രമാണം തന്നെയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ അതേസമയം റസൂലുള്ള നേരെ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. ഹദീസുകൾ പരിശോധിക്കുമ്പോൾ അതിന്റെ കോണ്ടെക്സ്റ്റ് ഖുർആന്റെ സവനുസൂല് രേഖപ്പെടുത്തുന്നത് പോലെ ഹദീസുകളുടെ കോണ്ടെക്സ്റ്റ് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടൊന്നുമില്ല. നമ്മൾ സാധാരണ ഈ കൗൺസിലിംഗ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ, ഇവിടെ ചിലപ്പോൾ സൈക്കോളജിസ്റ്റുകൾ ഉണ്ടാവും, കൗൺസിലർമാരുണ്ടാവും. ഒരു ഖത്തീബ് എന്ന നിലക്ക് നമ്മളെടുത്തും വരും ചിലപ്പോൾ കൗൺസിലിങ്ങിന്. അങ്ങനെ വരുമ്പോൾ പ്രശ്നം പെണ്ണിന്റെ ഭാഗത്താണെങ്കിൽ അവൾക്ക് നൽകുന്നൊരു ഉപദേശം, ആ ഉപദേശത്തിന്റെ സ്വരം മറ്റൊന്നായിരിക്കും. അതേസമയം പ്രശ്നം പുരുഷന്റെ ഭാഗത്താണെങ്കിൽ ഇതേ തീവ്രതയിൽ അവനോടായിരിക്കും പറയാം. ഇങ്ങനെ സാന്ദർഭികമായിട്ട് പ്രവാചകൻ പറയുന്ന ഒരു സംഗതി ഇങ്ങോട്ട് അടർത്തിയെടുത്തിട്ട് ആകെപ്പാടെ അത് മാത്രം പറയുകയും അത് മാത്രം പഠിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസമുണ്ടല്ലോ. ഓരോ സന്ദർഭത്തിൽ പ്രവാചകൻ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. അതിനങ്ങോട്ട് ഒരു സംഗതിയെ നമ്മൾ അതിനെ സാമാന്യവൽക്കരിക്കുമ്പോൾ അവിടെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് മര്യാദകളുണ്ട്. ഇതൊന്നും പാലിക്കാത്ത കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ കയറി ചെല്ലാൻ അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒരു വർത്താനമില്ല. ഇനി കയറി ചെല്ലുമ്പോൾ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ കാണുമ്പോൾ ഭാര്യ ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങണം. ആ ഹദീസ് നമുക്കറിയാം. നേരെ തിരിച്ചു ഹദീസുണ്ട്. നേരെ തിരിച്ചും ഭർത്താവ് ഭാര്യക്ക് വേണ്ടി പല്ല് തേക്കണം, അതുപോലെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പൗഡർ ഇടണം, പെർഫ്യൂം ധരിക്കണം എന്നൊക്കെ ഹദീസുണ്ട്. ഇത് നമുക്കറിയില്ല, നമുക്ക് തിരിച്ചുള്ളത് അറിയും. പെണ്ണുങ്ങൾക്കായാലും അതേ അറിയുള്ളൂ. നേരെ തിരിച്ചും ഹദീസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അത്രമേൽ അവർ പരസ്പരം ആകർഷിക്കുവാനും സന്തോഷിപ്പിക്കുവാനും. എന്തുകൊണ്ടെന്നാൽ അന്നാശികത്വം അവിടെ നിങ്ങൾക്ക് തോന്നിയ പോലെ എന്നല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന കാരണത്താൽ പടച്ച തമ്പുരാൻ അത് നിങ്ങൾക്ക് അനുവദനീയമാക്കി എന്നല്ല, അത് നിങ്ങളോട് നിർദ്ദേശിക്കുന്നതാണ്. അതൊരു നിർദ്ദേശം തന്നെയാണ് യഥാർത്ഥത്തിൽ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് വലകഫി ജിമായി സൗജത്തക അജ്ർ, നീയും നിന്റെ ഇണയും തമ്മിൽ ഒത്തുചേരുന്നത്, നിങ്ങൾ തമ്മിൽ സംഭോഗം ചെയ്യുന്നത്, നിങ്ങൾ തമ്മിൽ നല്ല സംസാരത്തിൽ ഏർപ്പെടുന്നത്, വേറൊരു ഹദീസ് പറഞ്ഞത് നാവിൽ ഒരു തുള്ളി മധുരമുറ്റിച്ചു കൊടുക്കുന്നത് പോലും സദഖയായിട്ട് രേഖപ്പെടുത്തുന്നത്. അത്രമേൽ പുണ്യങ്ങൾ വാരുവാനുള്ള ഒരു ഇടമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇണ എന്ന് പറയുന്നത്, നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. പുണ്യങ്ങൾ വാരുവാൻ, ലോകത്ത് സമാധാനം ഉണ്ടാക്കുവാൻ, ലിതസ്കുനു ഇലൈഹ എന്ന് പറയുന്നുണ്ട്. ലിതസ്കുനു ഇലൈഹ, അവരിൽ നിങ്ങൾക്ക് സായുജ്യവും സമാധാനവും കണ്ടെത്താൻ, എന്നാൽ അതോടൊപ്പം തന്നെ പുണ്യങ്ങൾ വാരിക്കൂട്ടുവാനുള്ള ഒരു ഇടവും കൂടിയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിലെല്ലാം നിങ്ങൾക്ക് പുണ്യമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമുക്ക് ഇഷ്ടപ്പെടുന്നു എന്ന കാരണത്താൽ പടച്ച തമ്പുരാനത് നമ്മളോട് നിർദ്ദേശിക്കുകയും എന്നിട്ട് അത് പുണ്യമാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ച തമ്പുരാന് മനുഷ്യനോടുള്ള അവസ്ഥ എന്താണ്, പടച്ച തമ്പുരാന്റെ മാനസികാവസ്ഥ എന്നൊക്കെ നമ്മൾ പറയാൻ പറ്റുമെന്നറിയില്ല. അത് തിരിയാൻ വേണ്ടി പറയുന്നതാണ്.
അള്ളാഹുവിന് മനുഷ്യനോടുള്ള സമീപനം എന്താണ് എന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്നു എന്ന കാരണത്താൽ പടച്ചതമ്പുരാൻ നമുക്കത് നിർദ്ദേശിക്കുന്നു, എന്നിട്ട് നമുക്കതിന് പുണ്യവും പ്രദാനം ചെയ്യുന്നു, നമുക്കതിന് കൂലി തരുന്നു. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ നമുക്കതിന് കൂലി തരുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് നമ്മളോടുള്ള ഒരു സമീപനം അതുപോലും യഥാർത്ഥത്തിൽ അതങ്ങനെയാണ് ഹദീസും ഖുർആനും ഒക്കെ വിശദീകരിച്ചിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇപ്പൊ പ്രണയത്തെ സംബന്ധിച്ചുള്ള പ്രവാചകൻ ചില സമയത്ത് നമ്മൾ സാധാരണഗതിയിൽ പെട്ടെന്ന് പിടികിട്ടാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3 കാര്യങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 3 കാര്യങ്ങൾ. അതിലൊന്ന് പെർഫ്യൂം, രണ്ടാമത്തത് നിസാ, ഒന്നാമത്തത് പെർഫ്യൂം സുഗന്ധമാണ്, രണ്ടാമത്തത് സ്ത്രീകളാണ്, മൂന്നാമത്തത് സുജൂദിൽ എനിക്ക് കിട്ടുന്ന പ്രാർത്ഥനയിൽ സ്വലാത്തിൽ എനിക്ക് കിട്ടുന്ന കൺകുളിർമയാണ്. ഇതിങ്ങനെ പറയുമ്പോൾ ചിലപ്പം വിചാരിക്കും അത് സംഗതി സനത് കൊണ്ട് കറക്റ്റായി പെർഫെക്റ്റ് ആയിട്ടുള്ള ഹദീസാണ്, ഒരു കുഴപ്പമില്ല. അതേസമയം അതിന്റെ മസിന് ആശയം അത്ര പോരാന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്താ യഥാർത്ഥത്തിൽ കുഴപ്പം അതിന്? മാത്രവുമല്ല നമ്മൾ അങ്ങേയറ്റം ആനന്ദിപ്പിക്കുന്ന സംഗതികളാണ്. ഈ നിസാ എന്ന് പറയുന്നത് എന്റെ ഇണയുടെ സാമീപ്യം എന്നർത്ഥത്തിൽ എടുക്കണം. അത് ഒരു പുരുഷനാണ് കേൾക്കുന്നതെങ്കിൽ ഞാൻ തിരിച്ചവൾക്കും സന്തോഷവും സായുജ്യവും സമാധാനവുമാണ് നൽകേണ്ടത് എന്ന ചിന്തയും ഉണ്ടാകണം. അപ്പോഴാണ് അത് മനസ്സിലാവുക. ദുനിയാവിൽ അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഒന്ന് പെർഫ്യൂമാണ്. അത് ലോകത്തിന്റെ സുഗന്ധമാണ്, ലോകത്തിന്റെ സുഗന്ധമാണ്. നാസർ ഖമീർ എന്നൊരു അൾജീരിയൻ കവിയും ചലച്ചിത്രകാരനുമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഡെസേർട്ട് ട്രിലഗി എന്നൊരു 3 സിനിമ ഉണ്ട്. അതിൽ രണ്ടാമത്തത് ഡോസ് ലോസ് നെക്ലേസ് ആണ്. ഇബ്നു ഹസ്മിന്റെ ഒരു പുസ്തകത്തിൽ നിന്നാണ് ആ പേര് വന്നിരിക്കുക. ഇബ്നു ഹസ്മ വലിയ ഇസ്ലാമിക പണ്ഡിതനാണ്, ഫഖീഹാണ്. പക്ഷെ അദ്ദേഹം റിംഗ് ഓഫ് ഡോവ്, ഈ പ്രാവിന്റെ മോതിരം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പ്രണയത്തെ കുറിച്ചുള്ള പുസ്തകം. പ്രണയത്തെക്കുറിച്ച് ഇബ്നു ഹസ്മ എന്ന ഫഖീഹ് കർമ്മശാസ്ത്ര പണ്ഡിതൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത്. ആ പുസ്തകത്തിൽ നിന്നാണ് ആ പേര് വന്നിട്ടുള്ളത്. അതില് ഒരു പെർഫ്യൂം കച്ചവടക്കാരൻ ഈ ഹദീസ് പറയുന്നുണ്ട്. എന്നിട്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിൽ അദ്ദേഹം എന്തുകൊണ്ട് പെർഫ്യൂമിന്റെ കാര്യം ആദ്യം പറഞ്ഞു എന്ന് അദ്ദേഹം വളരെ രസകരമായി വിശദീകരിക്കുന്നുണ്ട്. വളരെ രസകരമായിട്ട് അതിന്റെ ഒരു ആത്മീയത ഉണ്ട്, ഒരു അനുഭൂതി ഉണ്ട്. ആ ഒരു അനുഭൂതി അത് നമ്മളിൽ ഒരു സ്വപ്നം ഉണ്ടാക്കുന്നു, ഒരു അഭിനിവേശം ഉണ്ടാക്കുന്നു. ആ അഭിനിവേശം നമ്മുടെ ഇണയുടെ സാമീപ്യത്തോടു കൂടി സാക്ഷാത്കരിക്കപ്പെടുന്നു. പിന്നീട് നമ്മൾ പടച്ച തമ്പുരാന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു. അത് നമുക്ക് കണ്ണിന് കുളിർമയുണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു അഭൗമ ലോകത്തെത്തി കഴിഞ്ഞു. ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കൈകാര്യം ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത് എന്ന് കാണണം. മൂന്നാമത് പറയുന്ന ഖദ്ദിമൂലി അൻഫുസിക്കും, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കരുതുക എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ്. അപ്പൊ 3 അടിത്തറകളിലാണ് ലൈംഗികത എന്ന് പറയുന്നതിനെ, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെ, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെ എന്നല്ല ലൈംഗികതയെ തന്നെ നമ്മൾ സാധാരണഗതിയിൽ പറയുമ്പോൾ ഇന്നത്തെ ലിബറലിസം വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്ന ഭിന്നലിംഗ അല്ലെങ്കിൽ 3ാം ലൈംഗികത എന്നൊക്കെ പറയുന്ന സംഗതിയിൽ ഈ പറയുന്ന പ്ലഷർ മാത്രമേ ഉള്ളൂ. എന്നാൽ 3 അടിത്തറകളാണ് ഖുർആൻ നിർദ്ദേശിക്കുന്നത്. ഒന്ന് പ്രൊഡക്ടിവിറ്റിയാണ്, രണ്ടാമത്തെ പ്ലഷറാണ്, മൂന്നാമത്തെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ഈ പറയുന്ന 3 സംഗതികൾ ഉണ്ടാവണം. ഈ 3 ബോധങ്ങളും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ ഒരു ലൈംഗികത എന്ന് പറയുന്ന പ്രക്രിയ തന്നെയും അത് ഹലാലാവുന്നത് എന്നല്ല, അത് അങ്ങേയറ്റം പുണ്യകരമായി തീരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. എന്ത് തന്നെയായാലും ഈ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ദാമ്പത്യം എന്ന് പറയുന്ന ഒരു ആശയത്തെ വിശുദ്ധ ഖുർആൻ അത്രമേൽ അലൗകികമായ, അഭൗമമായ, ആത്മീയമായ ഒരു തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് ഇണ കൂടെ ഉണ്ടായിട്ടും അത് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ ദൗർഭാഗ്യം എന്നേ വിചാരിക്കേണ്ടതുള്ളൂ. എങ്ങനെയാണ് അതൊക്കെ ആസ്വദിക്കാനും അനുഭവിക്കാനും സാധിക്കുക എന്ന് റസൂലുള്ളാഹി തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. അത്തരം ഹദീസുകൾ ഒരു മടിയും കൂടാതെ പ്രവാചക പത്നിമാര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ അത്തരം കാര്യങ്ങൾ പഠിക്കുകയും അതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നത് പ്രധാനമാണ്. ശരിയായിട്ടുള്ള ഒരു ജീവിതം നയിച്ച് വിജയം വരിക്കുവാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.